ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കുറുക്ക് കാളൻ. ആ കുറുക്ക് കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമുക്ക് റെസിപ്പി ഒന്ന് പോയി നോക്കാം. കുറുക്ക് കാളന് വേണ്ടി ഞാനിവിടെ ചേനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരക്കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിക്ക് നമുക്ക് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നേന്ത്രക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. ഞാനിവിടെ നേന്ത്രക്കായ ഇല്ല, ചേന മാത്രമേ ഉള്ളൂ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണ് കടുകും 3/4 ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അത് അരക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചേനയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന ചേനയിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കാതെ കട്ടിയിൽ വേണ്ട അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല മഞ്ഞ കളറിൽ കാണുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരക്കണതിൻ്റെ കൂട്ടത്തിലും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. ഇനി ഈ തേങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ചേന വെന്ത് ഉടയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 3/4 കപ്പ് തൈര് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലൊക്കെ എന്നുണ്ടെങ്കിൽ ആ ചട്ടീൻ്റെ ആ ചൂടിൽ തന്നെ നമ്മുടെ തൈരൊക്കെ ഒന്ന് കുക്കായി വരും. ഇപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ട് അങ്ങനെ തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൈര് ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കുറുക്ക് കാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള താളിപ്പാണ് വേണ്ടത്. വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും കൂടി പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.